ഹായ്, അങ്ങനെ ഫംഗ്ഷന് പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ കോസ്റ്റ്യൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ ഫംഗ്ഷൻ നടക്കുന്ന ആ സ്ഥലത്ത് എത്തി. പക്ഷെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളാണ് ലാസ്റ്റ് എത്തിയത്. അപ്പം അങ്ങനെ സൈലൻ്റ് ആയിട്ട് പോയിരുന്നു. പിന്നെ ഉച്ചയായിരിക്കും ഫുഡ് കഴിക്കൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആസ് യൂഷ്വൽ സൂപ്പിൽ നിന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല സൂപ്പായിരുന്നു കേട്ടോ. അവിടെ 2 സൂപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചീരാന്ന് എഴുതുന്നതിന് ഒരു ചേരാന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമലി സലാഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് പ്ലേറ്റ് അങ്ങോട്ട് ഒരു പൂക്കളിട്ട പോലെ ആക്കി അങ്ങോട്ട് കഴിച്ചു. പിന്നെ നമ്മളിങ്ങനെ ഒക്കേഷൻസിലൊക്കെ നമ്മൾ ഈ ഡയറ്റ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊരു ബോറല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ സാഹചര്യത്തിലൊന്നും നോക്കാറില്ല കേട്ടോ. പിന്നെ നേരെ റൂമിൽ പോയി അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാം. ഇത് ഞങ്ങളെല്ലാവരും ഫ്ലോറൽ ഷർട്ട് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്താട്ടോ. പിന്നെ നേരെ തിരിച്ച് ഫംഗ്ഷൻ അവിടെ എത്തിയിട്ട് ഞങ്ങളൊരു മാസ് എൻട്രി ഉണ്ടായിരുന്നു. അത് കലക്കി കേട്ടോ. ഞങ്ങൾ അവിടുന്ന് എന്താ പറയാ അത് വാരി എടുത്തു എന്ന് തന്നെ പറയാം. അത് പിന്നെ കഴിഞ്ഞു. പിന്നെ ഓണത്തിന്റെ ഒരു ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി കൂടിയായിരുന്നു. പിന്നെ ഓണക്കളികള്, വടംവലി ഉണ്ടായിരുന്നു, കസാരക്കളി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരെ എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി നേരെ സ്റ്റേജിലോട്ട് അത് കിട്ടി. പിന്നെ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആകെ മുഷിഞ്ഞ് ഇതായി. പിന്നെ നേരെ വീണ്ടും ആ ഫംഗ്ഷൻ നടന്നുകൊണ്ട് വന്ന് നൈറ്റിലുള്ള ഫുഡും കഴിച്ച് പിന്നെ നേരെ തിരിച്ച് കണ്ണൂരിലോട്ട് യാത്രയായി. എത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.